ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു SF ക്രിയേറ്റീവ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഞാനും അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ്, അതായത് എൻ്റെ അമ്മായി, അവരുടെ നമ്മൾ രണ്ടാളും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്തെങ്കിലും സംതിങ് വെറൈറ്റി ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു റെഫറൻസ് വെച്ചിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനാദ്യം ഇതുപോലെ നമ്മുടെ ഫോം ബോർഡ് എടുത്തിട്ട് ഇതുപോലെ ആർച്ച് ഷേപ്പിൽ കട്ട് ചെയ്ത് കുറച്ച് മെഷറിങ്ങും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് 12 സെൻറ്റിമീറ്ററിൽ നമ്മൾ ആ ലെങ്ത്ത് എടുത്തിട്ട് 10 സെൻറ്റിമീറ്റർ എടുത്തിലൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു 21 സെൻറ്റിമീറ്റർ നീളവും 10 സെൻറ്റിമീറ്റർ വീതിയുള്ള വേറെ ഇതുപോലത്തെ 2 പീസും, അങ്ങനെ എല്ലാം 2 പീസാക്കിയിട്ടുണ്ട്. കാരണം നമുക്കിത് 2 എണ്ണം ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ആർച്ച് ഷേപ്പിന് ഉണ്ടാക്കിയതിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് ഈ ഒരു മിനി, അതായത് നമ്മളെ മട്ടത്തിൻ്റെ ഒക്കെ ഷേപ്പ്, ആ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെക്സ് സ്റ്റിക്ക് വെച്ചിട്ടാണ് ഈ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലൊരു പീസ് വെച്ചിട്ട് ഒന്ന് ഫ്ലെക്സ് സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി 9.5 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഒരു 9 സെൻറ്റിമീറ്ററുള്ള ഒരു ഇതുപോലത്തെ 2 സെറ്റും, അതുപോലെ തന്നെ 8.5ഉം 9 സെൻറ്റിമീറ്ററുള്ള ഒന്നും, അതുപോലെ ഇങ്ങനെ 2 സെറ്റാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ആ 9.5 9 സെൻറ്റിമീറ്റർ ഉള്ളതാണ് ഇങ്ങനെ 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. 8.5 9 സെൻറ്റിമീറ്റർ വരുന്നതാണ് നമ്മൾ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം രണ്ടും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ സിൽവർ സ്പ്രേ ആണ്, നമ്മൾ വിചാരിച്ചത് ഒരു ഒലീവ് ഗ്രീനാണ്. അൺഫോർച്ചുനേറ്റ്ലി ആ ഭാഗ്യമില്ല എന്ന് പറയട്ടെ, ആ ഒരു കളർ എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു സിൽവർ ഗ്രേ വെച്ച് ഇതുപോലെ സ്പ്രേ പെയിൻറ്റ് ചെയ്തു. അപ്പോൾ ഈ സ്പ്രേ പെയിൻറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് മാസ്ക് യൂസ് ചെയ്യണം. ഇല്ലെന്ന് വെച്ചാൽ നമുക്ക് ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, ശ്വാസം വലിക്കാനൊക്കെ. അപ്പോൾ ശ്വാസമുട്ടൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ആ ഒരു ടൈം സ്പ്രേ ഒക്കെ പെയിൻറ്റൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, ഫ്രണ്ടിൽ ആർച്ച് ഷേപ്പാണ് മോഡൽ. അപ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. സാരമില്ല, നമ്മൾ വീണ്ടും അതുപോലെ ഒരു കട്ട് പീസ് ഇട്ട് രണ്ടിൻ്റെ മുമ്പിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അഗെയിൻ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു ഫ്രണ്ട് പോർഷൻ ഉണങ്ങിയതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് ബാക്ക് സൈഡിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പറ്റൂ. എന്നിട്ട് ഒക്കെ ഡ്രൈ ആയതിൻ്റെ ശേഷം പിറ്റേ ദിവസമാണ് നമ്മൾ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത്. ഇതുപോലെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു കട്ടൗട്ടും പിന്നെ ഒരു വാച്ചും, ഇത് ഫസ്റ്റ് വണ്ണ് കാണിക്കുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുന്നതാണ്. ഒരു വാച്ചും പിന്നെ ഒരു ഫ്രെയിമും മിനി ഫ്രെയിമും വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പോക്കറ്റിനൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് ചോക്ലേറ്റ് സ്റ്റിക്കിൽ ഇതാക്കുകയാണ്, സെറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ നമ്മളൊരു ബർത്ത്ഡേ വിഷസും കൂടി അതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ഇതുപോലെ ജസ്റ്റ് ഫോർ യു എന്നുള്ള ഒരു ക്രീം കളർ റിബൺ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് അവിടെ ഒന്ന് ഡബിൾ സൈഡ് ടാപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി പരിപാടി നമ്മൾ ബർത്ത്ഡേൻ്റെ അന്നാ ചെയ്യാൻ വിചാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ശരിക്കും നമുക്ക് ആക്ച്വലി അവിടെ വെക്കേണ്ടത് ഫ്രഷ് ഫ്ലവേഴ്സ് ആയതുകൊണ്ടാണ് ബാക്കി പരിപാടി പിന്നത്തേക്ക് മാറ്റി വെച്ചത്. എന്താണെന്ന് അറിയില്ല, അന്ന് നമ്മൾ എത്ര അന്വേഷിച്ചിട്ട് നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടില്ല. കാരണം ഒരുപാട് ലേറ്റായി പോയതുകൊണ്ട് തന്നെ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഡ്രൈ ഫ്ലവേഴ്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ജിപ്സം ഫ്ലവേഴ്സും ഒരു സൺഫ്ലവർ, വൈറ്റ് സൺഫ്ലവറും കൂടി വെച്ചിട്ട് നമ്മളെ ചോക്ലേറ്റ്സ്, നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ച ചോക്ലേറ്റ്സൊക്കെ ഒന്ന് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഒന്നാമത്തെ ഹാൻഡ് മെയ്ഡ് നമ്മൾ ചെയ്ത വർക്കിൻ്റെ വീഡിയോസാണിത്. ഒന്നാമത്തെ ഭാഗമാണിത്. എൻ്റെ അമ്മായിൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ അവർ ഗൾഫിൽ പോയി, അപ്പോൾ പോകുമ്പോഴേ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്ത് കൊടുത്തു. അപ്പോൾ നല്ല രസമില്ലേ. അപ്പോൾ കുറച്ച് ജിപ്സം ഫ്ലവേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വൈറ്റ് എന്തായി
പൂവിൻ്റെ പേര് എനിക്കറിയില്ല. ആ ഒരു ഫ്ലവറും കൂടി വെച്ച് അതിൻ്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടമായെന്ന് പറയാം. ഒപ്പം തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.